Hello friends, welcome to our YouTube channel. നമ്മളെന്താ പരിപാടി? ഫുഡ് കഴിക്കണം. വൈ? ചുമ്മാ ഞങ്ങൾ ഫുഡ് കഴിക്കാം. ഹായ്, അപ്പോൾ നമ്മൾ ചുമ്മാ പുറത്ത് പോയതല്ല കേട്ടോ, നമ്മുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഓർത്തു ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാവാം, എല്ലാ ദിവസവും വീട്ടിലെ ഫുഡ് കഴിച്ച് മടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻ്റൊക്കെ അന്വേഷിച്ച അവസാനം ഞങ്ങൾ ലോൺ സ്റ്റാർ എന്നുള്ള റെസ്റ്റോറൻ്റാണ് തിരഞ്ഞെടുത്തത്. ആക്ച്വലി ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട്, എന്നാലും ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താം. ഇവിടെ ഒരു പരിചയമില്ലാത്ത പോലെ ഇരിക്കണേ. ഇത് നമ്മുടെ അനദർ ഡ്രിങ്ക് ആണ്. ഇതിൻ്റെ പേര് കാണിച്ചരാട്ടോ, എനിക്ക് പേര് അറിഞ്ഞൂടാ. റൊക്സാനെ. ഇത് രണ്ടാണ് നമ്മുടെ ഡ്രിങ്ക്സ്. ചേട്ടൻ ബന്ധു കുടിച്ചു കുടിക്കി. ഇഷ്ടായ? എങ്ങനെയുണ്ട്? ഞങ്ങൾ ഈ രണ്ട് ഡ്രിങ്ക്സും ട്രൈ ചെയ്തതിൽ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഡ്രിങ്കാണ്, റൊക്സാനെ എന്ന് പറഞ്ഞ ഡ്രിങ്കാണ്. മറ്റൊരു ഡ്രിങ്ക് നല്ലതായിരുന്നു, അത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുമ്പോൾ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടത് റൊക്സാനെ എന്ന് പറഞ്ഞ ഡ്രിങ്ക് ആയിരുന്നു. മെയിൻ മെനു ഇതിൽ നമ്മൾ 2 ഐറ്റം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം മന്ത് സ്റ്റാർട്ടറിൽ നിന്ന് റെഡ് നെക്ക് റിബ്സ്. ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇത് സോസൊക്കെ വെച്ചിട്ട് പോർക്ക് റിബ്സ് വരും. ഒരെണ്ണം നമ്മൾ ഇതാണ് പറഞ്ഞേക്കണേ. പിന്നെ നമ്മളൊരു ബർഗർ പറഞ്ഞു. ബർഗർ ഇല്ലാതെ നമുക്ക് എന്ത് ജീവിതം. ചെറാൾഡ് ബർഗർ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ റെഡ് നെക്ക് റിബ്സ് ഇവിടെ വന്നു കഴിഞ്ഞു. ചേട്ടൻ കൂടെ കഴിക്കാൻ യമ്മി പറ. നല്ലോണം കുക്കും, നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാവരുടെ സാധനം മെയിൻ സാധനം ഇതാ, പോർക്ക് ടിപ്സ്. ഇതിന് ഫ്ലാഷ് ഓഫാണ്. പിന്നെ നമുക്ക് കൈ കഴുകാൻ വേണ്ടിയിട്ട് അവരിവിടെ ഒരു വെള്ളം കൊണ്ടു തന്നു, ഒരു പ്ലേറ്റ് എക്സ്ട്രാ കൊണ്ടു തന്നു. ഞാൻ അതിലൊരു കുഞ്ഞി പീസ് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതിൻ്റെ ഇതൊരു സോസ് ഉണ്ട്. കഴിച്ചാ നോക്കട്ടെ, പാത്രം കാണിച്ച്. ഈശ്വരാ, എന്താണിത്? ചോദിഞ്ഞാണ്ട് ഈ പാത്രത്തിൽ എല്ലു മാത്രം ബാക്കി. പക്ഷേ ഈ പാത്രത്തിൽ കുറേ ഇറച്ചി. അത് ശരിയാണ്, എനിക്ക് കുറേ ഇറച്ചി കിട്ടി. ഞാൻ ബാക്കി ലക്കിയാണ്. നമ്മൾ അടുത്ത ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. സമയത്രേ 7:45 കാണിച്ച്. പക്ഷെ നല്ല വെട്ടല്ലേ. നമ്മൾ നാട്ടിലെ പോലെ ചോറും കഞ്ഞിയും കഴിക്കണമല്ലോ ഇവിടത്തെ ഭക്ഷണം കഴിക്കാമല്ലോ. പതുക്കെ പതുക്കെ കുറേച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അതെന്താ അങ്ങനെ? നമ്മുടെ നാട്ടിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല.
നമ്മൾ സാധനം പതുക്കെ ആസ്വദിച്ച് കഴിക്കാം. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ചോറൊക്കെ എങ്ങനെയാ അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കണേ? അങ്ങനെ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മെനുവും വന്നു, ജെറാൾ ബർഗർ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ജോബിൻ ചേട്ടൻ്റെ പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങി. ഡിഷ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ പേര് മസൽ മാനിയ എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായ വെച്ചിട്ടുള്ളൊരു ഡിഷായിരുന്നു അത്. അതെന്തോ പ്രത്യേകതരം സോസിലൊക്കെ കുക്ക് ചെയ്തെടുത്തതായിരുന്നു. അതിനോടൊപ്പം തന്നെ 2 ബ്രെഡും കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് പ്രത്യേകിച്ച് സീ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ ജോബിൻ ചേട്ടന് എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു സീ ഫുഡ് കൂടി ട്രൈ ചെയ്തതാണ്. ഏതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഡിഷ്. കഴിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റില്ല അല്ലേ? കഴിക്കാം, അങ്ങനെ എടുക്കുക. പുറത്തേക്ക് പോകുന്നതാണ്. എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്? എന്താ ടേസ്റ്റ്? നല്ല ടേസ്റ്റാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിച്ചോളണം. കട്ട് ചെയ്യാൻ അത് എളുപ്പം. കണ്ടില്ല എൻ്റെ എക്സ്പ്രഷൻ? ആ എക്സ്പ്രഷൻ പോലെ തന്നെയായിരുന്നു. ഈ ഫുഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാ ആ കല്ലുമ്മക്കായും ആ ഷെല്ലിൽ നിന്ന് വിടിയിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു ഇങ്ങനെയായിരിക്കും കഴിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു. അവസാനമാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ഏതാണെങ്കിലും ബാലൻസ് ഉണ്ടായിരുന്ന കല്ലുമ്മക്കായൊക്കെ ഞങ്ങൾ ആ സോസിലോട്ടിട്ട് മിക്സ് ചെയ്തു. ഞാനധികം കഴിച്ചില്ല, ജോബിൻ ചേട്ടനാണ് കൂടുതൽ കഴിച്ചത്. ഏതാണെങ്കിലും 3 ഫുഡിലും എനിക്ക് സെറ്റാവാതിരുന്നത് മസൽ മാനിയായിരുന്നു. പാവം ജോബിൻ ചേട്ടൻ ഒറ്റയ്ക്ക് നിന്നിട്ട് അവസാനം ഇതെല്ലാം കഴിച്ച് തീർത്തു. ഞാൻ ആകെ സോസ് മാത്രമേ കഴിച്ചുള്ളൂ.
ഒരെണ്ണം കഴിക്കേ, ഒരെണ്ണം എടുക്കുക. എടുക്കുമ്പത്ത എടുത്ത് കഴിക്കും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തിറങ്ങാൻ നേരപ്പോഴത്തേക്ക് ഞങ്ങൾ 2 ഫ്രണ്ട്സിനെ കണ്ടു. അവരുടെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നെ അവരെ വിഷ് ചെയ്ത് കുറച്ച് നേരം അവരോട് സംസാരിച്ചിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഇനി എന്തെങ്കിലും വേണോ, ഞങ്ങൾക്ക് കിച്ചൺ ക്ലോസ് ചെയ്യാനുള്ള സമയമായി. പിന്നെ ഞങ്ങൾ ലോൺ സ്റ്റാറിനോട് ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.